അതെ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ അടച്ച സ്റ്റാമ്പ് ഡ്യൂട്ടി എല്ലാം തിരിച്ചു കിട്ടും. സെക്കൻഡ് പ്രോപ്പർട്ടിക്ക് നമുക്ക് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയുടെ ഒരു ഫ്രീയും ഇല്ല, ബെനിഫിറ്റും ഇല്ല. ഓക്കെ. അപ്പോൾ ഈ SDLT കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? SDLT കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് ലാൻഡ് ടാക്സ് അവരെ ഫ്രീ ആയിട്ട് ചെയ്തു തരുമോ? അത് ഫ്രീ ആയിട്ട് ചെയ്ത് തരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്ത് തരും. കാരണം വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് എപ്പോഴും നമുക്ക് ഒരു എസ്റ്റേറ്റ് ഏജന്റ് റെന്റൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഇൻകം പ്രോസസ്സായിട്ട് ബാങ്ക് കാൽക്കുലേറ്റ് ചെയ്യും. ആദ്യത്തെ പ്രോപ്പർട്ടി 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗവൺമെന്റിന്റെ ഫസ്റ്റ് ടൈം ബയർ എന്നുള്ളതിന്റെ അത് കിട്ടില്ല. പക്ഷേ ഇത് വാങ്ങി അതിലേക്ക് താമസിക്കുകയാണെങ്കിൽ നമ്മൾ ലെറ്റ് ടു ബൈ ആണ്. അതുപോലെ രണ്ടാമത് മേടിക്കുന്ന പ്രോപ്പർട്ടി നമ്മൾ വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അത് ബൈ ടു ലെറ്റ് ആണ്. അതായത് നമ്മൾ ബാങ്കുകാരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നമ്മൾ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലാഭമില്ല. കാരണം ഇപ്പം നമ്മൾ അടയ്ക്കുന്നത് കൂടുതൽ ഇൻട്രസ്റ്റിലാണ് പോകുന്നത്. 5% ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇൻട്രസ്റ്റ് കൂടുതൽ അടയ്ക്കാനേ നമുക്ക് കാണുള്ളൂ. പക്ഷേ നമ്മൾ ബാങ്കുകാരുടെ കയ്യിൽ നിന്ന് അധികം പൈസ എടുക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തെ പ്രോപ്പർട്ടി മേടിക്കുന്നത് ലാഭം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ നേഴ്സസ് ഓൺ വീൽസിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പ്രോപ്പർട്ടി ബൈയിങ് റിലേറ്റഡ്, അതായത് മോർഗേജ് റിലേറ്റഡ് ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ശ്രീക്കും കൂടെ നേരത്തെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെക്കൻഡ് പ്രോപ്പർട്ടി വാങ്ങുന്നതിനെക്കുറിച്ചൊരു വീഡിയോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഇന്ന് നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടി വാങ്ങുന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ വാങ്ങാം, അപ്പോൾ അല്ലെ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ്, അപ്പോൾ അത് വാങ്ങുമ്പോൾ ഉള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സിറേക്കിന് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് വ്യൂവേഴ്സ്, താങ്ക്സ് ഫോർ അക്സെപ്റ്റിംഗ് അസ് ആൻഡ് വെൽക്കം ടു സെക്കൻഡ് പ്രോപ്പർട്ടി എങ്ങനെ വാങ്ങാം, അല്ലെ ബൈ ടു ലെറ്റ്, ലെറ്റ് ടു ബൈ എന്നീ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു.